അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ അൽ-ഇജാബ സംശയ നിവാരണ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ബഹുമാന്യനായ ഹംസ മദീനി ഉസ്താദാണ്. ആദ്യമായിക്കൊണ്ട് ഉസ്താദിനെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നമുക്ക് ലഭിച്ച ചോദ്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. അതിൽ ഒരു ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്, മരിച്ചവർക്ക് ഖുർആൻ പാരായണം ചെയ്യൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞ് ഒരു സമസ്തക്കാരൻ നിങ്ങൾ അംഗീകരിക്കുന്ന മുൻകാല ഇമാമിങ്ങളുടെ ഉദ്ധരണി എന്ന് പറഞ്ഞ് അയച്ചു തന്നതാണ്. അതിലൊന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, ഖബറിനരികിൽ ഖുർആൻ ഓതുന്നത് മുസ്തഹബ് അഭികാമ്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഖുർആൻ മുഴുവൻ ഓതി തീർക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഇതുപോലെ തന്നെ ഇമാം ഷാഫി റഹിമഹുള്ളയുടെയും ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെയും ഉദ്ധരണി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് ശരിയാണോ? ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. നമ്മൾ ചോദ്യത്തിലേക്ക് നേരിട്ട് കടക്കാം. അഥവാ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്, മരിച്ച ആളുടെ ഖബറിൻ്റെ അടുക്കൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പുണ്യമാണ് എന്നതിൻ്റെ ധാരാളം തെളിവുകളുണ്ട്. അത് ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്, ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുമുല്ലാ ജമീഅൻ, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് നൽകട്ടെ, ഈ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അഥവാ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ് മരിച്ച ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സൽക്കർമ്മങ്ങൾ, അവർക്ക് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവർക്ക് ലഭിക്കുമോ ഇല്ലേ എന്നുള്ള വിഷയം. ചിലർ ലഭിക്കില്ല എന്ന് പറഞ്ഞു, മറ്റു ചിലർ ഏത് അമൽ ചെയ്താലും ലഭിക്കുമെന്ന് പറഞ്ഞു. അതിനിടയിൽ രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒന്നാണ്, അടിസ്ഥാനപരമായി ഒരാൾക്ക് അവൻ്റെ കർമ്മങ്ങൾ മാത്രമാണ് അർഹതപ്പെട്ടത്. എന്നാൽ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട ചില കർമ്മങ്ങളുണ്ട്, മറ്റൊരാൾ ചെയ്താൽ മരിച്ച വ്യക്തിക്ക് ഉപകാരം ലഭിക്കുന്ന, അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാധ്യത വീടുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് അത് മരിച്ചവർക്ക് ഉപകാരപ്പെടും. അല്ലാത്തതൊക്കെ അടിസ്ഥാനമായ ഈ കാര്യത്തിൽ തന്നെ നിലനിൽക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ നിലച്ചുപോയി. 3 എണ്ണമാണ് പിന്നീട് ബാക്കി നിൽക്കുന്നത്. ഒന്ന്, സ്വദഖത്തുൻ ജാരിയ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ സ്വദഖ, ആ സ്വദഖ അതങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ഇപ്പോഴും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ സ്വദഖ നിലനിൽക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തൊരു കാര്യം, ഔ ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്, അദ്ദേഹം ഗ്രന്ഥരചന നടത്തിയിട്ടോ അതേപോലെ തന്നെ നല്ല ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുത്തിട്ടോ
അങ്ങനെ ആ ശിഷ്യന്മാരിലൂടെ ഗ്രന്ഥരചനയിലൂടെ ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു വിജ്ഞാന ലോകം, അതിലൂടെ എത്ര കണ്ട് ആളുകൾ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിടുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം ഈ മനുഷ്യന് കിട്ടും. ആ ഇൽമ് ആർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഉപകാരം, പ്രതിഫലം ഈ മനുഷ്യന് ലഭിക്കും. മൂന്നാമത്തെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഒരു നല്ല മകൻ അല്ലെങ്കിൽ മകൾ, ഒരു കുട്ടി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമ്പാദ്യം തന്നെയാണ്. ഗുണകരമായ, മരിച്ചാലും അദ്ദേഹത്തിന് പുണ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കർമ്മങ്ങളിൽ നിന്നൊക്കെ ഒരംശം അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഹജ്ജ് മരിച്ച വ്യക്തികൾക്ക് വേണ്ടി ചെയ്താൽ അവരുടെ ബാധ്യത വീടുമെന്ന്, ഉംറ അതേപോലെ തന്നെ ചെയ്താൽ വീടുമെന്ന്, അവർക്ക് നോറ്റുവീട്ടാനുള്ള നോമ്പുകൾ നോറ്റാൽ അത് വീടുമെന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാളുടെ കർമ്മത്തിൻ്റെ ഗുണഫലം മരിച്ചവർക്ക് ലഭിക്കുമോ ഇല്ലേ എന്നതിന് അടിസ്ഥാനപരമായി ലഭിക്കില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൻ്റെയൊക്കെ താല്പര്യം. അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് സ്വന്തം അധ്വാനങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഒരാളുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളാണ് അവന് ഉപകാരപ്പെടുന്നത്, മറ്റുള്ളവരുടെ കർമ്മങ്ങളല്ല. എന്നാൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഇത്തരം കർമ്മങ്ങളൊക്കെ അവർക്ക് ഉപകാരപ്പെടും എന്നത് തന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാട്. എന്നാൽ പ്രമാണങ്ങളിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ, പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആന്, ഹദീസ്, ഇതാണല്ലോ പ്രമാണം, ഇസ്ലാമിൻ്റെ പ്രമാണം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ മരിച്ചയാൾക്ക് വേണ്ടി ഒരു ഖുർആൻ പാരായണം പ്രത്യേകം സംഘടിപ്പിക്കുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യേക തരം ഇബാദത്ത് നിർവഹിക്കുകയോ ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെയ്യാനുള്ള കൽപ്പനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കർമ്മം, ഒരാളുടെ നോമ്പുകൾ ബാക്കിയുണ്ടെങ്കിൽ, അയാൾ നോറ്റുവീട്ടാനുള്ള നോമ്പുകളുണ്ടെങ്കിൽ ആ നോമ്പ് വീട്ടണം. ഒരാൾ കടം നൽകാനുണ്ടെങ്കിൽ ആ കടം മക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ അത് വീട്ടണം. അതുപോലെ തന്നെ അയാൾ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ ബാധ്യതയെത്തിയിട്ടാണ് മരണപ്പെട്ടു പോയത്, പക്ഷേ അദ്ദേഹം അത് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യണം. അയാളുടെ ഉത്തരവാദിത്തം അയാളുടെ പണത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ അവർക്ക് ലഭിക്കും, അല്ലാത്തത് ലഭിക്കുകയുമില്ല എന്ന് ഈ പ്രമാണങ്ങളെ പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ പണ്ഡിതന്മാർ പൊതുവായുള്ള ഒരു തെളിവുകൾ വെച്ചുകൊണ്ട് എല്ലാ സൽക്കർമ്മങ്ങളും ഒരാൾ സ്വന്തത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സ്വന്തം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവനവന് അർഹതപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് എനിക്ക് അർഹതപ്പെട്ട ആ പ്രതിഫലം എൻ്റെ പിതാവിന് അല്ലെങ്കിൽ എൻ്റെ മാതാവിന് അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് ഞാൻ കൊടുക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് എന്താ പ്രശ്നമുള്ളത് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഈ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം. അപ്പോഴാണ് അതിന് പ്രതിഫലമുണ്ടാകുന്നത്. അള്ളാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെയല്ലാതെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സൽക്കർമ്മങ്ങൾ തന്നെ ആകുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട് എങ്കിലും അതിലേറ്റവും ശരിയായിട്ടുള്ളത് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, മരിച്ചവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക, മരിച്ചവർക്ക് വേണ്ടി അവരുടെ ബാധ്യതകൾ വല്ലതുമുണ്ട് എങ്കിൽ അത് വീട്ടുക, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നിർവഹിക്കേണ്ടുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. വല്ലാഹു അലം. ജസാക്കുമുല്ലാഹു ഖൈറ. അടുത്തൊരു സഹോദരൻ ചോദിച്ചിട്ടുള്ളത്, കണ്ണേറ് തട്ടിയാൽ ഏതെല്ലാം രീതിയിലാണ് റുഖിയ ചെയ്യാൻ പറ്റുക? എല്ലാ മെഡിക്കൽ പരിശോധനകളും നടത്തി, അതിലൊന്നും പ്രശ്നങ്ങളില്ല. എന്നാൽ
ശാരീരികമായും മാനസികമായും പ്രയാസവുമുണ്ട്. അതുകൊണ്ടാണ് ഇത് കണ്ണേർ എന്ന നിഗമനത്തിലെത്തിയത്. വല്ലാഹു ആലം. 4 മാസങ്ങൾക്ക് മുമ്പ് അയൽവാസിയിൽ നിന്ന് നേരിട്ട് പുകഴ്ത്തി പറയുന്ന സംസാരം കേട്ടിരുന്നു. എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്: എൻ്റെ ഭാര്യ പറയും നിങ്ങൾ നല്ല ഒരാളാണ് എന്ന്. അന്ന് രാത്രി ഞാൻ ബോധരഹിതനായി വീണു. തലേ ദിവസം എനിക്ക് ആദ്യമേ പനിയുണ്ടായിരുന്നു. ഇപ്പോഴും ഈ പ്രയാസം മാറിയില്ല. ഇത് ഘട്ടം ഘട്ടമായി കൂടിയിരുന്നു. അന്ന് ബോധം പോയി വീണ കുറച്ചു ദിവസം പ്രയാസമില്ലായിരുന്നു. ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഖുർആൻ ഹിഫ്ളിലാണ്, പിന്നെ പള്ളിയിലെ ഇമാം. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് എനിക്ക് ഹൃദയമിടിപ്പ് കൂടുന്നതായി അനുഭവപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ മുകളിൽ പറഞ്ഞ പരിശോധനകളെപ്പറ്റി പറഞ്ഞത്. പിന്നെ ഒരു ദിവസം ഞാൻ പള്ളിയിൽ ഇമാം നിൽക്കുമ്പോൾ ഇശാ നിസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ എനിക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കുകയും പെട്ടെന്ന് ഭയപ്പെടുകയും ഞാൻ വീണു പോകുമെന്ന് പോലും വിചാരിച്ചു. അപ്പോൾ വീണ്ടും ആകെ ഭയപ്പാടായി, ഹൃദയമിടിപ്പ് കൂടി. ഇങ്ങനെ ഈ ഘട്ടങ്ങളിലാണ് മാറ്റങ്ങൾ വന്നത്. അതിനുശേഷം എനിക്ക് ഇമാം നിൽക്കാൻ പോലും പ്രയാസമാണ്. ഈ ആഴ്ച ഫജറിന് ഇമാം നിൽക്കെ 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് ഹൃദയമിടിപ്പ് കാരണം ഖുർആൻ പാരായണം ചുരുക്കേണ്ടി വന്നു. ഒരുപക്ഷെ ഇതൊരു പൈശാചികമായ പ്രവൃത്തി ആയിരിക്കാം. വല്ലാഹു ആലം. ഞാൻ ഹിജാമ ചെയ്തു. എനിക്ക് അവരിൽ നിന്നും ഒരു സബബ് എന്ന നിലക്ക് അവരുടെ വുളു ചെയ്ത വെള്ളം വാങ്ങാൻ പറ്റുമോ? ചോദിച്ചാൽ തരണമെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവരത് തരുമോ എന്ന് എനിക്കറിയില്ല. കാരണം ആ സ്ത്രീയെ പറ്റി ആ സ്ത്രീയുടെ ഭർത്താവ്, അതായത് ഞങ്ങളുടെ അയൽവാസി, അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭാര്യ സമസ്തയിൽ നല്ല താല്പര്യമുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും അവർ ഒരു ദേഷ്യമുള്ള ഒരു സ്ത്രീയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചോദിക്കുന്നത് അവർ കൂടുതൽ എന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറുമോ എന്നറിയില്ല. എന്തായാലും ഈ രീതിയിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം വളരെ വിശദമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണേറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ്. അഥവാ നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ ഗവേഷണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണം കൊണ്ടോ കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ജിന്ന് വിഭാഗത്തെ സംബന്ധിച്ച്, മലക്കുകളെ സംബന്ധിച്ച് തുടങ്ങിയതൊക്കെ ഒരു ഭൗതികമായ അന്വേഷണങ്ങളിൽ നമുക്കൊരിക്കലും കണ്ടെത്താൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ശാസ്ത്രലോകം അംഗീകരിക്കുന്ന ഒന്നല്ല മലക്കുകൾ, ജിന്നുകൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും. അക്കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ് കണ്ണേറും. അഥവാ മനുഷ്യൻ്റെ വ്യത്യസ്ത കാര്യങ്ങളിൽ സഹായിക്കാനും ഇടപെടാനും അതേപോലെ തന്നെ അവർക്ക് വല്ല ദോഷങ്ങൾ വരുത്താനും ഒക്കെ കഴിയുന്ന ചില ശക്തികൾ ഇവിടെയുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം അത് നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ആ കൂട്ടത്തിലെ ഒന്നായിട്ടാണ് ഈ കണ്ണേറിനെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അഥവാ അതൊരു കാരണമാണ് രോഗങ്ങളുണ്ടാകാനുള്ള, അതേപോലെ തന്നെ ഒരാൾക്ക് വല്ല ദോഷങ്ങളും സംഭവിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണേറിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചില ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും, പലപ്പോഴും സ്വഹാബത്ത് അവരുടെ ചില വ്യക്തികൾക്കുണ്ടായ അനുഭവങ്ങൾ, അഥവാ നല്ല നിലക്ക് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നല്ല നിലക്കുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വീണ് അസുഖങ്ങളും മറ്റുമൊക്കെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുള്ള ഒരു പ്രവാചകനാണല്ലോ, അതുകൊണ്ട് പ്രവാചകന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് ഇന്ന കാര്യമാണ് എന്ന്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ട് ഒരു ഇഅ്ജാബ്, ഒരു ഭയങ്കര ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഭയങ്കര ഒരു അത്ഭുതം കൂറുന്ന രൂപം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മാഷാ അല്ലാ, സുബ്ഹാനല്ലാ തുടങ്ങിയ വാക്കുകളല്ലേ പറയേണ്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. കണ്ണേറ് എന്നതും കണ്ണേറ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് തുടങ്ങിയ സൂറത്തുകൾ ഓതിക്കൊണ്ട് കൈകളിൽ ഊതി ശരീരത്തിൽ തടവുക തുടങ്ങിയ കാര്യങ്ങൾ. ആ കൂട്ടത്തിൽ സഹോദരൻ ചോദിച്ച മറ്റൊരു കാര്യമാണ്. അപ്പോൾ ചോദ്യം വിശദമാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ചോദ്യം അവസാനത്തിലുള്ളത്, എനിക്ക് ആ സ്ത്രീയോട് അവർ വുളു ചെയ്തതിൻ്റെ വെള്ളം വാങ്ങാൻ പറ്റുമോ, ഞാൻ ചോദിച്ചാൽ തരണമെന്നാണല്ലോ. അപ്പോൾ ചോദിച്ചാൽ തരണമെന്ന് പറയുന്നത് ആരോടാണ്? ഒരു ഇസ്ലാമികമായ ദീനീയായ കാര്യങ്ങൾ, എനിക്കങ്ങനത്തെ ഒരു കണ്ണേറ് എന്ന് പറയുന്നൊരിത് ഉണ്ട്, അതുകൊണ്ട് എന്നെക്കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകരുത്, ഒരാൾക്ക് ആർക്കെങ്കിലും വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറണം എന്നൊക്കെ ഒരു മനസ്സിലുള്ള ഒരു മനുഷ്യനാണ് എന്ത് ചെയ്യുള്ളൂ, ഇത് ചോദിച്ചാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുള്ളൂ. അല്ലാത്തൊരു മനുഷ്യൻ എന്നെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയോ, ഞാൻ കണ്ണേറ് നടത്തിയിട്ട് ആളുകളെ ഇതാക്കുന്ന ആളാണോ എന്ന ഒരു ദേഷ്യവും ഈർഷ്യയുമൊക്കെയാണ് പലപ്പോഴും അത്തരം ആളുകൾ പ്രകടിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തിയും ഈ സമയത്തില്ല എന്നുള്ളത്. അതിനേക്കാൾ ഉത്തമമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരമായി കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് തുടങ്ങിയ സൂറത്തുകൾ. ചില ഹദീസുകളിലൊക്കെ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിൽപ്പെട്ടതാണ് ഈ വുളു ചെയ്ത വെള്ളം അതിന് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. എന്നാൽ മുഅവ്വദത്തൈനി ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇതാണ് പിന്നീട് ഉപയോഗിച്ചത് എന്ന്. അതുകൊണ്ട് സഹോദരനോടും നമുക്ക് പറയാനുള്ളത്, മുഅവ്വദത്തൈൻ സ്ഥിരമായി ഓതുക, ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഓതുക, കൈകളിൽ ഊതുക, ശരീരത്തിൽ തടവുക, ഇതാണ് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ഒരു ഇമാമും ഒരു ഹിഫ്ള് പഠിപ്പിക്കുന്ന അധ്യാപകരുമൊക്കെ ആകുമ്പോൾ വിശുദ്ധ ഖുർആനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾ മുഴുവൻ അതിലൂടെ മാറിക്കിട്ടും. പാരായണം മാത്രമല്ല, ആശയം ഗ്രഹിക്കലും ആ വിശുദ്ധ ഖുർആനിൻ്റെ ആശയം അത് ശരിക്കും മനുഷ്യന് നല്ല ആത്മധൈര്യം നൽകുന്ന ഒന്നാണ്. എനിക്ക് ഒരു റബ്ബുണ്ട് എന്നും ആ റബ്ബ് എൻ്റെ ഏത് കാര്യവും ഏറ്റെടുക്കാനും ശരിയാക്കി തരാനും കഴിവുള്ളവനാണ് എന്നും അവനിൽ ഭരമേൽപ്പിച്ചാൽ പ്രകൃതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയുന്നതും അറിയാത്തതും കാണുന്നതും കാണാത്തതും കാരണങ്ങൾ കണ്ടെത്താവുന്നതും കണ്ടെത്താൻ പറ്റാത്തതുമായതൊക്കെ ഉണ്ട് എങ്കിലും അതിനെ മുഴുവൻ കണ്ടെത്താനും അറിയാനും പരിഹരിക്കാനും കഴിയുന്ന ഒരു റബ്ബ് എനിക്കുണ്ട് എന്ന ഒരു ബോധ്യത്തിലൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതോടുകൂടി സഹോദരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹു സഹോദരൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. അടുത്തൊരു ചോദ്യം ലഭിച്ചിട്ടുള്ളത്, ഹിപ്നോട്ടിസം ചികിത്സയുടെ വിധി എന്താണ്? ഈ ചികിത്സ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ ഹിപ്നോട്ടിസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണയായിട്ട് പണ്ഡിതന്മാർ ഒക്കെ ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള ഫത്വകൾ, പ്രധാനമായിട്ടും സൗദിയിലെ ഫത്വ, അവിടെ ഇതൊരു പുതിയ വിഷയമാണല്ലോ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിലുള്ള ആധുനിക പണ്ഡിതന്മാരുടെ ഫത്വകൾ നമ്മൾ നോക്കുമ്പോൾ ഷെയ്ഖ് ഉസൈമീൻ, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ്, അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി തുടങ്ങിയ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഫത്വകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരൊക്കെ ഇതിനെ ഒരു പൈശാചിക ബാധയിലൂടെ അല്ലെങ്കിൽ പൈശാചിക സേവയിലൂടെ നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വശം ഇതിനുണ്ട്. അതുകൊണ്ട് ഒരു മൊത്തത്തിൽ ഈ ഹിപ്നോട്ടിസം എന്നത് അനുവദനീയം എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ ഈ രൂപത്തിൽ പറഞ്ഞതുകൊണ്ടും ഈ മാസ്മരിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ സിഹർ തുടങ്ങിയ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുന്ന ആളുകൾ ഇതുപോലുള്ള ചില പ്രവർത്തനങ്ങൾ അവർ നേരത്തെ നടത്താറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് പലപ്പോഴും കാണാൻ കഴിയുന്നത് ഈ രൂപത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ എന്നാൽ മനുഷ്യ മനസ്സിനോടും മനുഷ്യ ബുദ്ധിയോടും സംവദിച്ചുകൊണ്ട് അതിന് നൽകുന്ന ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഒരു ഗാഢ നിദ്രയിലേക്കോ
അല്ലെങ്കിൽ പൂർണ്ണമായും കീഴ്പ്പെടുന്ന ഒരവസ്ഥയിലേക്കോ കൊണ്ടുപോയി മനുഷ്യൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയും അതിന് ചില നിർദ്ദേശങ്ങളും ചില ബോധനങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് അതിനെ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയോ ചികിത്സിക്കുകയോ അതുപോലെ തന്നെ ആ മനുഷ്യൻ്റെ ഗുണത്തിനു വേണ്ടി അത് ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരു രീതി, അതൊരു ശാസ്ത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ പൈശാചികതയുടേതായി ഒന്നും കാണാത്ത രൂപത്തിൽ അല്ലെങ്കിൽ പൈശാചിക പ്രവർത്തനങ്ങളുമായുള്ള ഇടപാടുകളില്ലാതെ തന്നെ ഒരു മനഃശാസ്ത്ര വശങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യൻ്റെ ഗുണത്തിനും മനുഷ്യൻ്റെ നന്മക്കുമാണ് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ടും ഇതിന് ഉപയോഗിക്കുന്ന രീതികൾ ഒരു മോശമല്ലാത്ത, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു പൈശാചിക സേവയിലൂടെയല്ലാത്ത വഴികളാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ടും അതനുവദനീയമാണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, ചില ചിന്തകൾ, അവരുടെ ആ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന, ആലോചിക്കാനും ചിന്തിക്കാനുമൊക്കെ ഇട്ടുകൊടുക്കുന്ന ചില കാര്യങ്ങൾ, അതൊന്നും ഒരു കുഫറിൻ്റെയോ ഷിർക്കിൻ്റെയോ മോശപ്പെട്ടതോ അല്ലാത്ത ചിന്തകളോ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവർ ചെയ്യുന്നത് എങ്കിൽ, അഥവാ എന്തോ ഒരു അഭൗതികത ബോധ്യപ്പെടുത്തുന്ന, അവർക്കെന്തോ ഒരു പ്രത്യേക സിദ്ധിയും കഴിവുമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഇതൊരു ശാസ്ത്രീയമാണ്, ഇതൊരു തികച്ചും മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന രൂപത്തിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ചികിത്സ ആവശ്യാർത്ഥമോ അതേപോലെ തന്നെ കേസുകളും അതിൻ്റെ അന്വേഷണങ്ങൾക്കുമൊക്കെ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് എങ്കിൽ അത് അനുവദനീയമാണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും പരസ്പരം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. മൊത്തത്തിൽ അനുവദനീയമെന്നോ മൊത്തത്തിൽ ഹറാം എന്നോ പറയാതെ എന്തുദ്ദേശത്തിൽ ചെയ്യുന്നു, ഏത് രീതിയിൽ ചെയ്യുന്നു, ഏത് വഴികൾ ഉപയോഗിക്കുന്നു എന്നീ 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതൊന്നുകിൽ അനുവദനീയം അല്ലെങ്കിൽ ഹറാം എന്നീ വഴികളിലേക്ക് നമുക്ക് തിരിച്ചുവിടാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു ആലം. ജസാക്കുമുല്ലാഹു ഖൈറ. അടുത്തൊരു ചോദ്യം ലഭിച്ചിട്ടുള്ളത്, NYL എന്ന പേരിൽ ഒരു ചികിത്സയുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഇത്. അവിടേക്ക് നമുക്ക് ചികിത്സക്കായി പോകുവാൻ പറ്റുമോ? ജിന്ന് ചികിത്സ ഒന്നുമല്ല എന്നാണ് അവർ പറയുന്നതെങ്കിലും മരുന്നുകളോ രോഗവിവരത്തെക്കുറിച്ച് അന്വേഷിക്കലോ ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയാണിത്. എനർജി ഫീലിംഗ് എന്ന പേരിലാണ്. മരുന്നുകളില്ലാത്ത ഇത്തരം ചികിത്സകൾ ഇസ്ലാമികമാണോ? ഇവിടെ ചികിത്സ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി അനുവദനീയമായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവോ ലികുല്ലി ദാഇൻ ദവാ മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ദവാഅൻ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം വളരെ കഷ്ടപ്പെട്ട് പ്രയാസത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രത്യേക വെള്ളവും അതേപോലെ തന്നെ മണ്ണും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി കൊടുത്തു എന്നും അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഉപയോഗിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ, പ്രയാസങ്ങൾ നീങ്ങുമെന്നും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയും അത് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ചികിത്സകൾ അനുവദനീയമാണ്. പിന്നെ ഏത് തരം ചികിത്സകളാണ് അനുവദനീയം എന്നതാണ് ഒന്ന്. അപ്പോൾ ഒരു ചികിത്സ എന്ന് പറയുന്നതെല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. ഒരു ഹറാമായ വഴിയിലൂടെയുള്ള ചികിത്സ, ഷിർക്കിൻ്റെ വഴികളിലൂടെയുള്ള ചികിത്സ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. നമ്മൾ ചികിത്സിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ എങ്ങനെ ചികിത്സിക്കണം, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചികിത്സ എന്ന് പറഞ്ഞാൽ ഇന്ന ഒരു രൂപത്തിലൂടെ മാത്രമേ ചികിത്സ പറ്റൂ. ഇപ്പോൾ അലോപ്പതി മാത്രമേ പറ്റൂ, ആയുർവേദം മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ ഹോമിയോ മാത്രമേ പറ്റൂ, അതേപോലെ തന്നെ
ഏതെങ്കിലും ഒരു പ്രത്യേക ചികിത്സാ രീതി അത് മാത്രമേ പാടുള്ളൂ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉപകാരപ്രദമായ മരുന്നുകൾ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ പ്രത്യേകം ഏതെങ്കിലും തെറാപ്പികളിലൂടെയോ ഒക്കെ നടത്തുന്ന ചികിത്സകൾ അത് അനുവദനീയം തന്നെയാണ്. ഒരുപക്ഷെ കായികമായിട്ടുള്ള ചില പരിശീലനങ്ങളിലൂടെയോ മറ്റോ ആയിരിക്കും, ചിലപ്പോൾ മാനസികമായിട്ടുള്ള ഉപദേശങ്ങളിലൂടെയായിരിക്കും, ഒരു കൗൺസിലിങ്ങിലൂടെയായിരിക്കും. ഇതെല്ലാം അനുവദനീയമായ രൂപങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ NYLനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ഒരുപാട് അവ്യക്തതകൾ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു രോഗി അദ്ദേഹത്തിൻ്റെ രോഗവിവരം പോലും ഒരാളോട് പറയേണ്ടതില്ല, ചികിത്സിക്കുന്ന ആളോട് പറയേണ്ടതില്ല. രോഗവിവരം അറിയിക്കാനോ മറ്റോ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോവുക പോലും ചെയ്യേണ്ടതില്ല. മറിച്ച് സ്വന്തം വീട്ടിൽ കിടന്ന് ഓൺലൈൻ വഴി ഫീസ് അടച്ചു കൊടുത്താൽ അദ്ദേഹം പറയുന്ന രൂപത്തിൽ കുറച്ച് സമയം ഇരുന്നാൽ, അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്രയാണോ ആ രൂപത്തിലിരുന്നാൽ എല്ലാ അസുഖവും മാറിക്കിട്ടുമെന്നും, അതേപോലെ തന്നെ അത് 3, 4, 5, 6 തവണ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് പ്രകാരം ഫീസ് അടച്ചുകൊണ്ട് ഇരിക്കുകയാണ് എങ്കിൽ, അവനവൻ കിടക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ രോഗം മാറും എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതെങ്ങനെയാണ് എന്ന് തോന്നിയേക്കും. അതിന് അദ്ദേഹം തന്നെ കൊടുക്കുന്ന വിശദീകരണം, അദ്ദേഹം അവിടെ നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണോ അദ്ദേഹം ഇരിക്കുന്നത് ഒരു ഫോട്ടോ മാത്രം അദ്ദേഹത്തിന് ഫോണിലേക്ക് അയച്ചു കൊടുത്താൽ മതി എന്നാണ്. ഒരു ഫോട്ടോ, ആ ഇരിക്കുന്നതിൻ്റെ ഫോട്ടോ കൊണ്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്താൽ മതി, ഒരു വ്യക്തിയുടെ ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ മതി. എങ്കിൽ ആ വ്യക്തിയിലേക്ക് അദ്ദേഹം എനർജി പാസ് ചെയ്യുന്നതാണ്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മൈലുകൾക്കപ്പുറം ഉള്ള ഒരു മനുഷ്യന് എനർജി പാസ് ചെയ്യുകയും ആ എനർജി അദ്ദേഹത്തിൽ ഫീൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് രോഗശമനം ലഭിക്കും എന്നുമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു എനർജി പാസിംഗ് സിസ്റ്റം ഒരു ഇതിലും ഒരു ശാസ്ത്രീയതയിലും അനുഭവപ്പെടുന്നില്ല. ശാസ്ത്രീയമായി ഒരിക്കലും അത് തെളിയിക്കാൻ പറ്റുന്നില്ല. ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ അത് പ്രമാണത്തിലാണ് വേണ്ടത്. പ്രമാണത്തിലും അങ്ങനെ ഒന്നില്ല എങ്കിൽ പിന്നെ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ചില പൈശാചികതകളാണ് നമുക്ക് അനുഭവപ്പെടുന്ന വഴികൾ. ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചില സിസ്റ്റങ്ങൾ, ചില പൈശാചികതകൾ ഉപയോഗിച്ചുകൊണ്ട്, അതുകൊണ്ട് അതിനെ ആ രൂപത്തിലൊക്കെ സംശയിക്കപ്പെടേണ്ടുന്ന ഒന്നാണ് ഈ NYL സിസ്റ്റം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ പൈശാചികതയായിരിക്കും, അല്ലെങ്കിൽ ഒരു തട്ടിപ്പായിരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അത്തരം ചികിത്സാ രീതികൾ കൃത്യമായി നിർദ്ധരിച്ചെടുക്കാൻ കഴിയാത്ത, വിശദീകരിച്ച് എടുക്കാൻ കഴിയാത്ത ഒരു ചികിത്സാ രീതിയിലേക്ക് പോകാതിരിക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടുന്നത്. ചികിത്സയുടെ വഴികൾ ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. ഒരാൾക്ക് അലോപ്പതി പറ്റില്ല എങ്കിൽ ആയുർവേദമുണ്ട്, അതേപോലെ തന്നെ ഹോമിയോയുണ്ട്, അതുപോലെ തന്നെ മറ്റു നമ്മുടെ നാടൻ ചികിത്സകൾ പലതും നമുക്ക് കാണാൻ കഴിയുമല്ലോ. ആ രൂപത്തിലുള്ള ചികിത്സകൾ, ഇപ്പോൾ അക്യൂപഞ്ചർ ഒരു ചികിത്സാ രീതിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതൊക്കെ നമ്മൾ അറിയുമ്പോൾ തന്നെ ഇത് ഒരു പ്രത്യേക രീതിയിൽ ഇതുവരെ ലോകത്താരും ചെയ്തിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ മാത്രം ആദ്യമായി കണ്ടുപിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപം, അതിന് ശാസ്ത്രീയമായി വിശദീകരണം നൽകാനോ പ്രമാണമായി എന്തെങ്കിലും ഒന്ന് ഹാജരാക്കാനോ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില പൈശാചികതകളോ അതല്ലെങ്കിൽ ചില തട്ടിപ്പുകളോ നമുക്ക് മണക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അത്തരം ചികിത്സാ രീതികൾ ഒരു വിശ്വാസി ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വല്ലാഹു ആലം. ജസാക്കുമുല്ലാഹു ഖൈറ. അടുത്തൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, എൻ്റെ മകൻ +1 വിദ്യാർത്ഥിയാണ്. അവൻ എയ്ഡഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ നിസ്കാര സൗകര്യമില്ല. ളുഹർ എപ്പോഴും വീട്ടിൽ വന്നാണ് നിസ്കരിക്കുന്നത്. 5 മണിയൊക്കെ ആകും വീട്ടിലെത്താൻ. സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 2 വർഷം മുമ്പൊക്കെ പള്ളിയിൽ പോകാൻ അനുവദിച്ചിരുന്നു. പക്ഷേ കുട്ടികളത് ദുരുപയോഗപ്പെടുത്തുന്നത് കണ്ടപ്പോൾ PTA നിർത്തലാക്കിയതാണ് എന്നാണ്. സ്കൂളിൽ സൗകര്യം കൊടുക്കാൻ പറ്റില്ല. എയ്ഡഡ് സ്കൂൾ
ആയതുകൊണ്ട് മറ്റുള്ള മതക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പ്രശ്നമാകും എന്നാണ് സാർ പറയുന്നത്. വെള്ളിയാഴ്ച മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ എന്ന് അഡ്മിഷൻ സമയത്ത് പറഞ്ഞിരുന്നു. എന്നാൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല. ഇതുവരെ പഠിച്ച അൺഎയ്ഡഡ് സ്കൂളിൽ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ആകെ ടെൻഷൻ ഉണ്ടാക്കുന്നു. ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. സഹോദരനെ സംബന്ധിച്ചിടത്തോളം മകൻ നമസ്കാര പ്രായമായിട്ടുണ്ട് എങ്കിൽ, അഥവാ നമസ്കാരം നിർബന്ധമായ പ്രായമായിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുള്ള സ്കൂളുകളിലേക്ക് ആ കുട്ടിയെ മാറ്റി ചേർക്കുകയാണ് വേണ്ടത്. അവിടെ ആദ്യം ശ്രമിച്ചു നോക്കുക. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മതപരമായ അവകാശങ്ങൾ ഹനിക്കാൻ ഒരാൾക്കും അവകാശമില്ല. പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി പോവുക അല്ലെങ്കിൽ നമസ്കരിക്കാനുള്ള സൗകര്യം അതിനുള്ളിൽ ഏർപ്പെടുത്തി കൊടുക്കുക. നമസ്കരിക്കുക എന്നുള്ളത് അതിൻ്റെ സമയത്ത് നിർവഹിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. വിശ്വാസിക്ക് സമയബന്ധിതമായി നിർണയിതമായ ഒരു കാര്യമാണ് നമസ്കാരം എന്നത്. അപ്പോൾ അതിൻ്റെ സമയത്ത് നമസ്കരിക്കുക എന്നുള്ളൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്, അവൻ്റെ അവകാശവുമാണ്. ആ അവകാശം ഹനിക്കാൻ ഒരു സ്കൂളിനും നിയമമില്ല എന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് എങ്കിൽ അവർക്ക് നിയമങ്ങൾ വെക്കാം. കാരണം അവർ കാണുന്ന അവർക്ക് ചില പേടികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയെ പുറത്തു വിടില്ല എന്ന് അവർക്ക് നിയമം വെക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ തൻ്റെ കുട്ടി പഠിക്കണോ എന്ന് രക്ഷിതാവിനും തീരുമാനിക്കാം എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടവർ പരിഗണിക്കുന്നില്ല എങ്കിൽ ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റുക എന്നതേ വഴിയുള്ളൂ. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹു ഖൈറ. ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഒരാൾ ബാത്റൂമിൽ നിന്ന് കുളിക്കുമ്പോൾ ആ കുളിയോടുകൂടി വുളു കൂടി ഉണ്ടാവാൻ എന്തെങ്കിലും പ്രത്യേക അവയവങ്ങൾ കഴുകേണ്ടതുണ്ടോ? അതായത് വായിൽ വെള്ളം കുപ്പിളിക്കുകയോ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുളിയോടൊപ്പം വുളുവും കൂടി ലഭിക്കുന്നത് ജനാബത്ത് കുളിക്കുകയാണെങ്കിൽ ആ കുളിയോടൊപ്പം അവന് ചെറിയ അശുദ്ധി കൂടി ഇല്ലാതാകും. അപ്പോൾ ഒരു മനുഷ്യൻ ജനാബത്തുകാരനാണ്, വലിയ അശുദ്ധി നീങ്ങാൻ വേണ്ടി കുളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവൻ്റെ ചെറിയ അശുദ്ധി കൂടി ആ കൂട്ടത്തിൽ നീങ്ങും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാത്ത സാധാരണ സുന്നത്ത് കുളികൾ നമുക്ക് ഏതെങ്കിലും സമയത്ത് രാവിലെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞ് എത്തുന്ന സമയത്ത് നമ്മുടെ ശരീരം ഒന്ന് തണുക്കാനോ അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടി നമ്മൾ കുളിക്കുകയാണെങ്കിൽ ആ കുളിയുടെ കൂടെ നിയ്യത്ത് വെച്ചാൽ അവന് വുളു കൂടി ലഭിക്കുമോ എന്നുള്ളതാണ് ഒരഭിപ്രായ വ്യത്യാസം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ ലഭിക്കുകയില്ല. കാരണം വുളു എന്നത് അവയവങ്ങൾ ഇന്നതാദ്യം പിന്നീട് മറ്റത് എന്ന് തുടങ്ങി കൃത്യമായിട്ട് ആദ്യം മുഖം കഴുകുക, പിന്നെ കൈ കഴുകുക, പിന്നെ തല തടവുക, പിന്നെ കാല് കഴുകുക, ഇങ്ങനെ ഒരു തർത്തീബൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തർത്തീബൊന്നും ഇതിൽ പാലിക്കപ്പെടാത്തത് കൊണ്ട് അവർക്ക് വുളു ഉണ്ടാവില്ല, കുളി മാത്രമേ ലഭിക്കുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം കുളിക്കണം എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ല, നമുക്ക് ചില പണ്ഡിതന്മാർ, ഇപ്പോൾ ഷാഫി മദ്ഹബിലൊക്കെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അവരെന്ത് ചെയ്താൽ മതി, നിയ്യത്തോടു കൂടി കുളത്തിലാണെങ്കിൽ നേരെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുഴയിലാണെങ്കിൽ നേരെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മതി. അല്ല, നമ്മൾ ഷവറിൻ്റെ ചോട്ടിൽ നിന്ന് കുളിക്കുകയാണെങ്കിൽ നിയ്യത്തോടു കൂടി ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും വെള്ളം ആവുകയാണെങ്കിൽ അത് മതി എന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇവിടെ സൂക്ഷ്മത എപ്പോഴും എന്ത് തന്നെയാണ്, ആ കുളിയുടെ കൂട്ടത്തിൽ അതിൻ്റെ നിയ്യത്ത് വെക്കാതെ ആ കുളി കഴിയുന്നതോടുകൂടി ഒരു വുളു കൂടി എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അലം. ജസാക്കുമുല്ലാഹു ഖൈറ. അടുത്തൊരു ചോദ്യം, മരണം ആസന്നമായ സമയത്ത് സൂറത്തുൽ യാസീൻ ഓതുന്നതിൽ പ്രത്യേക പ്രാധാന്യമുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ചില ഹദീസുകളിൽ ഇഖ്റഉ മൗതാക്കും സൂറത്ത യാസീൻ, നിങ്ങൾ മരണാസന്നനായി കിടക്കുന്ന ആളുടെ അടുക്കൽ യാസീൻ ഓതുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ ദുർബലമാണ്, സ്വഹീഹല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. സ്വഹാബത്താരും അങ്ങനെ പറഞ്ഞതായിട്ടും നിർദ്ദേശിച്ചതായിട്ടും വസിയത്ത് ചെയ്തതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സൂറത്ത് യാസീൻ
മരണത്തെപ്പറ്റിയും പരലോക ജീവിതത്തെ സംബന്ധിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന സൂറത്തുകൾ എന്ന നിലക്ക് അതിനൊരു മഹത്വമുണ്ട്. എന്നല്ലാതെ ഈ സമയത്ത് പ്രത്യേകം അത് പാരായണം ചെയ്യുന്നത് പുണ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഓതിയിട്ടുണ്ട് എങ്കിൽ അത് ബിദ്അത്തായി മാറും. എന്നാൽ ഈ സുഖമില്ലാതെ അല്ലെങ്കിൽ മരണത്തിന് മുമ്പിൽ കിടക്കുന്ന ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അത് കേൾക്കുകയും സമാധാനം ലഭിക്കുകയും അവനൊരു ആശ്വാസമുണ്ടാവുകയും ചെയ്യും. മാനസികമായി അവന് ഒരു സന്തോഷം ഈ ഖുർആൻ പാരായണം നൽകും എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് നമുക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. എന്നല്ല അദ്ദേഹത്തിന് അതൊരു അലോസരമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും അതിനിടക്ക് ഒരു ഇഷ്ടമില്ലായ്മ നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യരുത്, ഖുർആൻ ഓതുകയും ചെയ്യരുത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സാഹചര്യം നോക്കിയിട്ട് ചെയ്യുക ചെയ്യാതിരിക്കുക എന്നതാണ്. അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണത്തോടടുക്കുന്ന ഒരു ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുക, ചെവിയിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനാകട്ടെ ഖുർആൻ മൊത്തത്തിലാകട്ടെ ഓതുന്നതിൻ്റെ പ്രത്യേക പ്രതിഫലങ്ങളൊന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാഹു അലം. അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, എൻ്റെ അടുക്കൽ 9.5 പവൻ അടുത്ത് സ്വർണമുണ്ട്. ഇത് മഹർ കൂട്ടാതെയുള്ള കണക്കാണ്. പിന്നെ മഹർ 2.5 അല്ലെങ്കിൽ 3 പവനാണ് ഉള്ളത്. ഇതിൽ എങ്ങനെയാണ് സക്കാത്ത് നിശ്ചയിക്കേണ്ടത്? ഇതിൽ ഞാൻ സക്കാത്ത് കൊടുക്കണോ? എത്രയാണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം 9.5 പവനുണ്ട്, പിന്നെ 2.5 പവൻ ഏതുമുണ്ട്. അപ്പോൾ 11.5 12 പവൻ അവർക്ക് ഉണ്ട്. അപ്പോൾ ഈ നേരത്തെ ഒരു സ്വർണം 9.5 എന്ന് പറയുന്ന ഒരു സ്വർണവും 2.5 മഹർ എന്നത് വേറൊരു സ്വർണവുമായി കണക്കൂട്ടാൻ പാടില്ല. കാരണം ഭർത്താവ് നിക്കാഹ് ചെയ്യുന്നതോടുകൂടി ഈ മഹർ എന്ന സ്വർണം അവളുടേതായി കഴിഞ്ഞു. അപ്പോൾ ഉപ്പയും ഉമ്മയും ഒക്കെ കൊടുത്ത സ്വർണത്തിലേക്ക് ഏതുകൂടി ചേർത്ത് വെക്കണം? ഭർത്താവ് നൽകിയിട്ടുള്ള ഈ സ്വർണം ചേർത്ത് വെക്കണം. അത് ഭർത്താവിൻ്റെതല്ല, അത് അവളുടേതാണ്, അവൾക്കാണത് അവകാശപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം 12 പവൻ സ്വർണം കയ്യിലുണ്ട്. അതുകൊണ്ട് അവർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. അതിൻ്റെ മൊത്തം 12 പവൻ്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈറൻ. അടുത്തൊരു സഹോദരി ചോദിച്ചത്, ഭർത്താവ് സ്ട്രോക്ക് വന്ന് ചികിത്സയിലാണ്. അദ്ദേഹത്തിന് വളരെ കഷ്ടപ്പെട്ടാണ് ഉറക്കം കിട്ടുന്നത്. അതിനാൽ എന്നെ അലാറം വെക്കാൻ സമ്മതിക്കില്ല. എനിക്ക് ചിലപ്പോൾ സുബ്ഹ് പോലും കിട്ടുകയില്ല. ഞാൻ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായിട്ട് നമസ്കരിക്കേണ്ട ആളല്ലല്ലോ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അവർക്ക് സുബ്ഹിയുടെ സമയം കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ മതി. അതിൻ്റെ വഖത്ത് അവ്വൽ വഖത്തിൽ തന്നെ നമസ്കരിക്കണമെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ലാത്ത ആളുകളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും ചില സമയങ്ങളിൽ അവർക്ക് സമയം വൈകുകയാണ് എങ്കിൽ ആ സുബ്ഹിയുടെ സമയം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അവർക്ക് നമസ്കരിക്കാൻ ഉള്ള സംവിധാനമാണ് അവർ കാണേണ്ടുന്നത്. ഇനി വീട്ടിൽ മക്കളോ മറ്റോ ഒക്കെ ഉണ്ട് എങ്കിൽ ആ മക്കളുടെ റൂമിലൊരു അലാറം വെച്ച് ഉമ്മയൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ അതിനുള്ള പരിഹാരമായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഭർത്താവിൻ്റെ തൊട്ടടുത്ത് വെക്കാതെ ഒരല്പം ദൂരത്ത് വെച്ചുകൊണ്ട് അലാറം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഒന്ന് ആത്മാർത്ഥമായി സഹോദരി ചെയ്യേണ്ടുന്നത് എനിക്ക് സുബ്ഹിയുടെ സമയം നഷ്ടപ്പെടാതെ നമസ്കരിക്കണം എന്നുള്ള ഒരു മനസ്സ് വെക്കുകയും ഈ തൻ്റെ ഭർത്താവിനൊരു ഡിസ്റ്റർബ് ആകരുത് എന്നുള്ള മനസ്സുണ്ടാകുന്നത് പോലെ തന്നെ മനസ്സിന് രണ്ടും വേണമല്ലോ. അഥവാ നമുക്ക് അള്ളാഹുവിനോടും ബാധ്യതയുണ്ട്, ഭർത്താവിനോടും ബാധ്യതയുണ്ട്. രണ്ട് ബാധ്യതയും പരസ്പരം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സോടുകൂടിയാണ് സഹോദരി നിൽക്കേണ്ടുന്നത്. അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ സഹോദരിക്ക് ആശ്വാസം റബ്ബ് നൽകുമാറാകട്ടെ. ആമീൻ. ജസാക്കുമുല്ലാഹു ഖൈറൻ. അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഞാൻ രോഗം കാരണം
23 വർഷമായി വീൽചെയറിൽ നിസ്കരിക്കുന്നു. സുജൂദും റുക്കുവും തമ്മിൽ മാറിപ്പോകുന്നു. എനിക്ക് യഖീനാവുന്നത് വരെ ചെയ്യും. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമോ? ഇപ്പോൾ ഇരുന്ന് നമസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സംഭവിച്ചു പോകുന്ന ഒന്നാണ് റുക്കൂ, സുജൂദ്. ഞാനിപ്പോൾ ചെയ്തത് രണ്ടും ഏതാണ്ട് ഒരേപോലെയാണ്. ഞാനിപ്പോൾ ചെയ്തത് റുക്കൂ ആണോ സുജൂദാണോ എന്നുള്ള ഒരു സംശയം പലപ്പോഴും ചില ആളുകളൊക്കെ പ്രകടിപ്പിച്ച് കാണുന്നുണ്ട്. ഇങ്ങനൊരു ആശയക്കുഴപ്പം വരുന്നു എന്നുള്ളത് ചില ആളുകളൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഒരു യഖീന് ആകുന്നത് വരെ ഇപ്പോൾ ഞാൻ സുജൂദാണ് അല്ലെങ്കിൽ റുക്കൂ ആണോ എന്നൊരു സംശയം, അങ്ങനെ റുക്കൂ ആണെന്ന് തന്നെ വിചാരിക്കുക, എന്നാൽ പിന്നെ അതിൻ്റെ ശേഷമുള്ളത് സുജൂദാക്കി എടുക്കുക. അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും മനസ്സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടിയും റുക്കൂയിലും സുജൂദിലുമൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അത് മനസ്സറിഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുകയും ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഈ ഒരു സംശയം അല്ലെങ്കിൽ ഈ ഒരു ആശയക്കുഴപ്പം ഒഴിവാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു ഏതായാലും സഹോദരന് ആശ്വാസം നൽകട്ടെ. ആമീൻ. ജസാക്കല്ലാഹു ഖൈറ. അടുത്തൊരു ചോദ്യം. സ്വാതന്ത്ര്യദിന ആഘോഷം കുഫറാണ് എന്ന തരത്തിലുള്ള ഫത്വകൾ കണ്ടു. ശരിയായ ഇസ്ലാമിക നിലപാട് എന്താണ്? സ്വാതന്ത്ര്യദിന ആഘോഷം കുഫറാണ് എന്നൊന്നും ഇതുവരെ ഫത്വകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ചില പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമികമായിട്ടുള്ള 2 ആഘോഷങ്ങളെ പാടുള്ളൂ. ചില പണ്ഡിതന്മാരെന്നല്ല, ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ സാധാരണ പറയാറുള്ളത് അത് തന്നെയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 2 ആഘോഷങ്ങളാണുള്ളത്, ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും. ഇതാണ് പ്രധാനപ്പെട്ട മുസ്ലിമിൻ്റെ 2 ആഘോഷങ്ങൾ. അത് പറയുമ്പോൾ തന്നെ വേറെയും ചില ആഘോഷങ്ങൾ മുസ്ലിമിനുണ്ട്. വെള്ളിയാഴ്ച ഒരു മുസ്ലിമിൻ്റെ ആഘോഷമാണ്. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ ആഘോഷം തന്നെ, ആഴ്ചയിലുള്ള ആഘോഷങ്ങളിൽപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ഈ രൂപത്തിലുള്ള ആഘോഷങ്ങളല്ലാതെ മതപരമായ ഒരു ആഘോഷം ഒരു വിശ്വാസിക്ക് ചെയ്യാൻ പാടില്ല എന്നതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അതല്ലാത്ത മറ്റ് ആഘോഷങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ജീവിക്കുന്ന നാടിൻ്റെ സ്വാതന്ത്ര്യദിനം, അതേപോലെ തന്നെ നാട്ടിലുള്ള പൊതുവിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് ഒരു അഭിപ്രായ വ്യത്യാസം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രാജ്യം, ആ രാജ്യത്തിനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും നേതാക്കന്മാരുമൊക്കെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇറങ്ങിത്തിരിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പലരും ജീവൻ തന്നെ അതിനുവേണ്ടി പണയപ്പെടുത്തിയ ആളുകളാണ്. അതുകൊണ്ട് ആ ഒരു ദിവസം, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസം, ആ ദിവസത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പുള്ള അവസ്ഥകളെ സംബന്ധിച്ചൊന്ന് ഓർക്കാനും ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന സന്തോഷവും ഈ ഒരു അവസ്ഥയുമൊക്കെ ഇബാദത്തുകൾ ചെയ്യാൻ, അതേപോലെ തന്നെ സ്വതന്ത്രമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അവനവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി ഒരു സമാധാനത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ കൊണ്ടുവന്നത്, ഇതൊക്കെ ഓർക്കപ്പെടുന്ന ഒരു ദിനം എന്ന നിലക്ക് ആ ദിവസത്തെ കാണുന്നത് ഒരിക്കലും തെറ്റല്ല. മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയാകട്ടെ, അല്ലെങ്കിൽ ഒരു അധ്യാപകനാകട്ടെ, ഒരു ഉദ്യോഗസ്ഥനാകട്ടെ, ആ അവർക്കൊക്കെ ആ രാജ്യം നിഷ്കർഷിക്കുന്ന, ആവശ്യപ്പെടുന്ന രൂപത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒരു മതപരമായ ചുവയോടു കൂടിയല്ലാതെ പങ്കെടുക്കുന്നതിനും ഒരു തെറ്റല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ആ രൂപത്തിലാണ് കാര്യങ്ങളെ നമ്മൾ കാണേണ്ടുന്നത്. അതല്ലാതെ അത് കുഫറാണ് എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹുക്കുമുകൾ നൽകിക്കൊണ്ടോ നമ്മളതിനെ കാണേണ്ടതില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളോട് കൊടിയുയർത്തണമെന്ന്, അതേപോലെ തന്നെ ഇന്ന രൂപത്തിലായിരിക്കണം അന്ന് കഴിച്ചു കൂട്ടേണ്ടത് എന്ന് ചില നിയമങ്ങൾ, അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ സ്ഥാപനത്തിലും അതേപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലത്തുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു ആലം. അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, വാട്സപ്പ് വഴി ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു ആലോചനയുണ്ട്. പദ്ധതി ഇപ്രകാരമാണ്: വാച്ച് കമ്പനിയുടെ ഫസ്റ്റ് കോപ്പി സുഹൃത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് കസ്റ്റമറിന് വിൽക്കുന്നു.
പ്രൊഡക്റ്റ് അയക്കലും മറ്റും ഗ്രൂപ്പ് അഡ്മിനാണ്. കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ ഞാൻ അവന് മെസ്സേജ് അയക്കും. അവൻ പ്രൊഡക്റ്റ് കസ്റ്റമറിന് അയച്ചു കൊടുക്കും. അതിൽ അവൻ്റെ ക്യാഷ് അവന് കൊടുത്തിട്ട് ബാക്കി ഞാൻ എടുക്കും. കസ്റ്റമറിന് എത്തിക്കുക എന്നതാണ് ഇതിൽ എൻ്റെ ജോലി. ഇതിൽ ലാഭം മാത്രമേ ഉള്ളൂ, നഷ്ടം സംഭവിക്കുന്നില്ല. ഒരു കമ്മീഷൻ പരിപാടി പോലെയാണ്. ഇസ്ലാമികപരമായി ഇത് ഹലാലാകുമോ എന്നാണ് ചോദിക്കുന്നത്. ഇത് കമ്മീഷൻ പരിപാടി പോലെയല്ല, കമ്മീഷൻ തന്നെയാണ്. ഇസ്ലാമികമായി കമ്മീഷൻ അവനവൻ ചെയ്യുന്ന ബിസിനസ്സിന് അല്ലെങ്കിൽ അവനവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കമ്മീഷൻ വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല. ഒരു കസ്റ്റമറെ കണ്ടെത്തുക, ആ കസ്റ്റമറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് എത്തിക്കുകയും അവന് ഒരു കച്ചവടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക, അതിൽ നിന്ന് എന്തെങ്കിലും പങ്കുപറ്റുക തുടങ്ങിയ കാര്യങ്ങൾ എന്തല്ല ഇസ്ലാമികമായിട്ട് തെറ്റുള്ള കാര്യമല്ല. അവൻ ചെയ്യുന്ന അധ്വാനത്തിനുള്ള പ്രതിഫലം മാത്രമേ ആകുള്ളൂ. അത് കമ്മീഷൻ എന്ന നിലക്ക് എടുക്കുന്നത് ഇസ്ലാമികമായി തെറ്റുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു കാര്യം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ വിലയെ സംബന്ധിച്ച് നമ്മൾ വിൽക്കുന്ന വില അവർക്ക് പറയാം. നമ്മൾ വിൽക്കുന്ന വില എത്രയാണ് എന്ന് അവരോട് പറയാം. അത് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്നത്, അതിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ആ ന്യൂനതകൾ നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്, ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ പിടിപ്പിക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. നേരെ ചൊവ്വേ ഒരു കാര്യം വിൽക്കുക, ഒരു കസ്റ്റമറെ കണ്ടെത്തുക, അത് ഈ വസ്തു വിൽക്കുന്ന ഉടമസ്ഥന് നൽകുക, അവർ തമ്മിലുള്ള ആ ഒരു ഇടപാടിന് കിട്ടിയ ലാഭത്തിൽ നിന്ന് ഒരു സംഖ്യ കമ്മീഷൻ പറ്റുക, ഇതൊക്കെ ഇസ്ലാമികമായി അനുവദനീയം തന്നെയാണ്, തെറ്റുള്ള ഒരു കാര്യമല്ല എന്നർത്ഥം. ജസാക്കുമുല്ലാഹ് ഖൈറ. അടുത്തൊരു ചോദ്യം, ബാങ്കുകൾ നടത്തുന്ന ഹലാലായ ബിസിനസ്സുകളിൽ ചേരാൻ പാടുണ്ടോ? ഉദാഹരണം മ്യൂച്വൽ ഫണ്ട്. ഇപ്പോൾ ബാങ്കുകൾ നടത്തുന്ന ഹലാലായ ബിസിനസ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം പലിശ ബാങ്കുകളാണ് ഇന്നുള്ള കൺവെൻഷനൽ ബാങ്കുകളൊക്കെ പലിശയിൽ അധിഷ്ഠിതമായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർ നടത്തുന്ന ഏത് സംരംഭങ്ങളും ആ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ, അത്തരം ഇടപാടുകളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടുന്നത്. വല്ലാഹു അലം. മാത്രവുമല്ല, ബാങ്കുകൾ ഇന്നിന്ന കമ്പനിയിൽ മാത്രമേ അവർ ഷെയർ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്നിന്ന കമ്പനികൾക്ക് മാത്രമേ നമ്മുടെ പണം ഉപയോഗിക്കൂ എന്നവർ പറയുന്നില്ല. അവർ ഇന്നിന്ന കമ്പനികളിൽ ഞങ്ങൾ നിക്ഷേപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഏത് രൂപത്തിലൊക്കെ ആയിരിക്കാം നിക്ഷേപിക്കുന്നത്. ഒന്നുകിൽ പലിശയായിട്ടായിരിക്കാം അവർക്ക് കൊടുക്കുന്നത്, പലിശക്കായിരിക്കാം കൊടുക്കുന്നത്, അതേപോലെ തന്നെ മറ്റു പല രൂപത്തിലുമായിരിക്കാം കൊടുക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി പലിശയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് ബാങ്കുകളുടെ ബിസിനസ്സിൽ പങ്കുചേരാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. വല്ലാഹു അലം. ജസാക്കുമുല്ലാഹ് ഖൈറ. അൽ-ഇജാബ സംശയ നിവാരണ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകിയ ഹംസ മദീനി ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد. السلام عليكم ورحمة الله وبركاته.